പ്രണയ ഋതു അഗ്നിയുടെ സ്വന്തം ഡെവൽ. മുത്തശ്ശൻ കുറുമ്പോടെ തന്നെ അവളോട് സംസാരിച്ച് മുത്തശ്ശിയുടെ കൈയും ചേർത്ത് പിടിച്ച് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് ചെന്ന് രമണകത്തെ രാമഭദ്രനുമായി സംസാരിച്ച് നിൽക്കുന്നത് കണ്ട് അവൾ തിരിഞ്ഞതും മുത്തശ്ശൻ അപ്പുറത്തു നിന്ന് അവളെ വിളിച്ചിരുന്നു. അവൾ ഒന്നും നോക്കാതെ തന്നെ റോഡിലേക്ക് ഇറങ്ങിയതും ചീറിപ്പാഞ്ഞു വന്ന ഒരു ലോറി അവളെ ഇടിച്ച് തെറിപ്പിച്ചിരുന്നു. എന്നാൽ ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ആദ്യം അങ്ങോട്ട് വരുന്നത്. അവൻ ആ കാഴ്ചയിൽ ഒന്ന് സ്തംഭിച്ച് നിന്നു പോയിരുന്നു. എന്നാൽ മുത്തശ്ശനും മുത്തശ്ശിയും തൻ്റെ പേരക്കുട്ടിയെ അപകടത്തിലേക്ക് തങ്ങളാണല്ലോ വിളിച്ചു വരുത്തിയ എന്നോർത്തതും അവർ രണ്ടുപേരും ബോധം പറഞ്ഞ് ആ നിമിഷം തന്നെ അങ്ങോട്ട് വന്നു. എന്നാൽ ഈ കാഴ്ചയെല്ലാം കണ്ടുനിന്ന രാമഭദ്രൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു. അത് അയാൾ വിദഗ്ധമായി മറച്ചിരുന്നു. എന്നാൽ ഒരു ജോഡി കണ്ണുകൾ മാത്രം അത് വ്യക്തമായി കണ്ടു. ആ കാഴ്ചയിൽ സ്തംഭിച്ചു നിന്നിരുന്ന ആദി പെട്ടെന്ന് തന്നെ സ്വബോധത്തിലേക്ക് എത്തി നേരെ വേദയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. വേദയെ തൻ്റെ ഇരു കൈകളിലും കോരിയെടുത്ത് തൻ്റെ വണ്ടിയിലേക്ക് കയറ്റി നേരെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അവൾ ചീറിപ്പാഞ്ഞു പോയിരുന്നു. മറ്റാരെയും അവൻ ശ്രദ്ധിക്കാനേ നിന്നില്ല. സൗവർണിക എന്നാൽ അവൻ്റെ ഈ ഭാവമാറ്റത്തിൽ നോക്കി നിൽക്കുകയായിരുന്നു. എന്നാൽ കിച്ചുവും വിച്ചുവും നേരെ മുത്തശ്ശനെയും മുത്തശ്ശിയും ആയി രാമഭദ്രൻ്റെ കാറിൽ തന്നെ അവരുമായി വേദയെ കൊണ്ടുപോയ അതേ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. മുത്തശ്ശനെയും മുത്തശ്ശിയും അത്യാഹിത വിഭാഗത്തിലേക്ക് കയറ്റി അതിനുശേഷം നേരെ വേദയെ തിരക്കിയാണ് അവർ ചെന്നത്. ഡോക്ടറിൻ്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് അപ്പോൾ തന്നെ സർജറിക്കായി അവളെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരുന്നു. അവർ ചെല്ലുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ മുന്നിൽ ചോരയിൽ കുളിച്ച് ഷർട്ടുമായി നിൽക്കുന്ന ആദിയാണ്. വെപ്രാളത്തിൽ അവൻ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയുന്നില്ല. വെപ്രാളത്തിലൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്കിരുന്ന ഓരോരുത്തരോടും അവർ ആദിയോടെ അവളുടെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അവർ ധൃതിയിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആദി അവർ വിളിച്ചു. ഡാ എൻ്റെ വേദ അകത്ത്. നിങ്ങൾ കണ്ടോ? ഒരു ലോറി അവളെ ഇടിച്ച് തെറിപ്പിച്ചു. അവളില്ലെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാടാ ജീവിക്കണ്ടേ? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് അവരെല്ലാവരും ആദ്യമായി കാണുകയായിരുന്നു. അവർ എന്ത് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കും എന്ന് ചിന്തയിലാണ്ടു. നീ ധൈര്യമായി നിൽക്ക്. നമ്മുടെ വേദയല്ലേ, അവൾ തിരിച്ചു വരും. നിനക്കായി തന്നെ അവൾ തിരിച്ചു വരും. അവൾക്കറിയാം നീ അവനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിന്നെ അങ്ങനെ ഒറ്റയ്ക്കാക്കി അവൾ പോകുമോടാ? കിച്ചു അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവനെ സമാധാനിപ്പിച്ച് അടുത്തുള്ള ചെയറിലേക്ക് ഇരുത്തിയതും വീണ്ടും ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഒരു ഡോക്ടർ പുറത്തേക്ക് വന്നതും ആദി വെപ്രാളത്തിൽ നിന്നും അവിടെ നിന്ന് എഴുന്നേറ്റു. ആദി നീ അവിടെ ഇരി, ഞങ്ങൾ പോയി തിരക്കാം. ഡോക്ടർ വേദ, സർജറിക്കെല്ലാം ഒരുക്കങ്ങൾ റെഡിയാകുന്നതേ ഉള്ളൂ. സർജറി കഴിഞ്ഞില്ല. ഒരു ഡോക്ടർ കൂടി എത്താനുണ്ട്. ഇതുവരെ ഡോക്ടർ ആരും എത്തിയില്ലേ? നിങ്ങൾക്കൊക്കെ ഇത്ര ഇറസ്പോൺസിബിളായിട്ട് എങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു? നിങ്ങളെയൊക്കെ ഞാൻ കണ്ടോളാം. അവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും ചീറിക്കൊണ്ട് എഴുന്നേറ്റതും. സാർ അങ്ങനെയല്ല, ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് പോയതേ ഉള്ളൂ. വീട്ടിൽ പോലും എത്തിയിട്ടില്ല. അതിനു മുമ്പ് ഞങ്ങൾ വിളിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഒരല്പസമയം, ഒരു 5 മിനിറ്റ് പോലും എത്തില്ല. അദ്ദേഹം ഇപ്പോൾ തന്നെ വരും. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ ഒരു ഡോക്ടർ ധൃതിയിൽ അകത്തേക്ക് കയറി പോകുന്നത് കണ്ടു. അദ്ദേഹമാണോ? അതെ എന്ന അർത്ഥത്തിൽ ആ ഡോക്ടർ തലയാട്ടി അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി. ആദി നീ എന്തോ ഈ കാട്ടുന്നേ? അദ്ദേഹം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ തന്നെ വിളിച്ചതും തിരിച്ചു വന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയിലുള്ള റെസ്പോൺസിബിലിറ്റി കൊണ്ടല്ലേ? നീ പിന്നെ എന്തിനാ സാഹചര്യം പോലും മനസ്സിലാകാതെ ഇങ്ങനെ? എടാ എൻ്റെ പ്രാണനാടാ അവിടെ കിടക്കുന്നേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഹോസ്പിറ്റൽ പോലും ഞാൻ വെച്ചേക്കില്ല. അവൻ ദേഷ്യത്തിൽ അവനോടായി പറഞ്ഞു. നീ ഒന്ന് സമാധാനത്തിൽ ഇരി. നമുക്കിപ്പോൾ വേണ്ടുന്ന ദേഷ്യമോ എടുത്തുചാട്ടമോ ഒന്നുമല്ല ആദി. നീ ഇപ്പോൾ ദൈവത്തോട് ദൈവമോ? അങ്ങനെ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആദി ഇത്രത്തോളം അനുഭവിക്കേണ്ടി വരില്ല. അതുമാത്രമോ, എൻ്റെ വേദയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുമായിരുന്നു. അങ്ങനെ ഒരു ശക്തി ഉണ്ടായിരുന്നുവെങ്കിൽ ആദി, നീ ഇത്രയും നാൾ നിൻ്റെ ഉള്ളിൽ വേദയോടുള്ള ഇഷ്ടം നീ പുറത്താരെയും കാട്ടാതിരുന്നു. എന്നാൽ അവൾക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോൾ നിൻ്റെ ഉള്ളിൽ നിന്നും അറിയാതെ തന്നെ ആ ഇഷ്ടം പുറത്തു വന്നത് കണ്ടോ? അപ്പോൾ ആ ഒരു ഇഷ്ടം പുറത്തു വരാൻ ദൈവമായ ഒരു സാഹചര്യം ഒരുക്കിയതാണെങ്കിലോ? അവൻ്റെ ആ പറച്ചിൽ കേട്ടതും ആദിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അവൻ ഒന്നും മിണ്ടാതെ തൻ്റെ ദേഷ്യം മുഷ്ടിയിൽ ചുരുട്ടി തന്നെ അങ്ങനെ നിന്നു. കുറേ സമയത്തിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വന്നു. കിച്ചുവും വിച്ചുവും ആദിയുടെ ഇരുവശങ്ങളായി നിന്ന് അവനെ എങ്ങനെ ആശ്വസിപ്പിക്കണം, അവനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയം തന്നെയായിരുന്നു ഡോക്ടർ എത്തിയത്. അവർ മൂവരും ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഓടി. ഡോക്ടർ, എൻ്റെ വേദ
എ മാൻ കൂൾ. സർജറി സക്സസ് ആണ്. ക്രിട്ടിക്കൽ സ്റ്റേജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു 24 hours കഴിയണം. എന്നാൽ മാത്രമേ പറയാൻ സാധിക്കൂ. അതുമാത്രവുമല്ല, അവരുടെ ബ്രെയിനാണ് ഡാമേജ് സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ എത്തിക്കാൻ സാധിച്ചു. ബ്രെയിനിൽ അവിടെയും ഇങ്ങോട്ടുമൊക്കെയായി ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ടായിരുന്നു. സർജറിയിൽ അതെല്ലാം നീക്കം ചെയ്യാൻ ഞങ്ങൾക്ക് സക്സസ്ഫുള്ളായി സാധിച്ചു. ബട്ട് എന്താ ഡോക്ടർ? അവർ മൂവരും അദ്ദേഹത്തിൽ നിന്നും എന്താണ് ഇനി അടുത്തത് കേൾക്കാൻ പോകുന്നത്? തങ്ങൾ ആഗ്രഹിക്കാത്ത എന്തോ ഒന്നാണ് കേൾക്കാൻ പോകുന്നതെന്ന് മൂവരുടെയും മനസ്സ് ഒരുപോലെ തന്നെ മന്ത്രിച്ചു. എന്നാലും എന്തായാലും തങ്ങൾ ഉൾക്കൊള്ളാൻ റെഡിയാണെന്ന ആ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയതും, ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ആ പെൺകുട്ടി മറന്നു പോകും. ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ, അല്ല എങ്കിൽ കുറച്ച് വർഷങ്ങൾ, ചിലപ്പോൾ ഇതുവരെയുള്ള എല്ലാം. തങ്ങൾ ഇന്നോളം കണ്ടവരെ എല്ലാവരും, വളർത്തിയവരെയും വലുതാക്കിയവരെയും ചിലപ്പോൾ രക്ഷകർത്താക്കളെ വരെ മറന്നുപോകാൻ ചാൻസ് ഒരുപാടാണ്. അദ്ദേഹം പറഞ്ഞതും സർ, ദയനീയമായ ആദി വിളിച്ചുപോയി. എ മാൻ കൂൾ. നിങ്ങൾ ഇങ്ങനെ ടെൻഷനാകാതെ ആദ്യം ആ പെൺകുട്ടിക്ക് ബോധം തെളിഞ്ഞോട്ടെ. ഒരു 24 മണിക്കൂർ, അതിനുശേഷം നമുക്ക് അവൾ കണ്ണു തുറന്നതിന് ശേഷം തീരുമാനിച്ചാൽ പോരെ? ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തെല്ലാം ഫർദറായിട്ടുള്ള നല്ല ട്രീറ്റ്മെൻറ്റ് ആ കുട്ടിക്ക് നൽകാം. എല്ലാം റിക്കവർ ആവും മാൻ. നിങ്ങളിങ്ങനെ ടെൻഷനാകാതെ. ആദ്യം ഒന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ആ ഡോക്ടർ അവൻ്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് അവിടെ നിന്ന് നടന്നു. അവരെല്ലാവരും ആകാംക്ഷയോടെ അവിടെ നിൽക്കുമ്പോഴാണ് മുത്തശ്ശനും മുത്തശ്ശിയും തങ്ങളുടെ പേരക്കുട്ടിയെ കാണാൻ വെപ്രാളത്തിൽ ഓടി വരുന്നത്. അവർക്ക് തൊട്ട് പിന്നാലെ തന്നെ രാമഭദ്രനും ഉണ്ടായിരുന്നു. രാമഭദ്രനെ കണ്ടതും ഒരുവൻ്റെ കണ്ണിൽ ദേഷ്യം ഇരച്ചു പൊങ്ങി. അവൻ അത് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നിന്നു. മുത്തശ്ശനും മുത്തശ്ശിയും അടുത്തേക്ക് വന്ന്, മോനെ കിച്ചൂട്ടാ, എൻ്റെ മോള്. മുത്തശ്ശ പേടിക്കണ്ട, അവളുടെ സർജറി കഴിഞ്ഞു. ഒരു 24 മണിക്കൂർ, അതിനുശേഷം അവൾ ബോധം തെളിയും. പിന്നെ മുത്തശ്ശ, അവൻ പറഞ്ഞു നിർത്തിയതും, എന്താ മോനെ, എൻ്റെ മൂക്ക് വല്ല കുഴപ്പം? മുത്തശ്ശ, അവൾ കണ്ണ് തുറക്കുന്ന ടൈമിൽ ചിലപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയോ ചിലപ്പോൾ ഞങ്ങളെ ആരെയും തിരിച്ചറിയാൻ പറ്റാതെ പോവും. ചിലപ്പോൾ നിങ്ങളെ മാത്രം തിരിച്ചറിയും. അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് മുൻപുള്ള കാര്യങ്ങൾ മാത്രം. എന്തും സംഭവിക്കാം. എന്തുണ്ടായാലും മുത്തശ്ശനും മുത്തശ്ശിയും അത് താങ്ങാനുള്ള മനക്കരുത്ത് നിങ്ങൾക്ക് 2 പേർക്കും വേണം. എൻ്റെ മോളെ ഞാനാ ഈ അപകടത്തിലേക്ക് കൊണ്ടുവന്നത്. അവിടെ നിന്ന് ഞാൻ വിളിച്ചില്ലായിരുന്നു. എൻ്റെ മോളിന്ന് സന്തോഷത്തോടെ, എത്ര സന്തോഷത്തോടെയാ എൻ്റെ കിച്ചൂട്ടൻ്റെ കല്യാണം കൂടാൻ അവൾ സന്തോഷത്തിൽ വന്നത്. അതൊക്കെ വിടും മുത്തശ്ശ, നമ്മൾക്ക് അതിനെക്കാട്ടി വലുതല്ലേ വേദ. അവൾ റിക്കവർ ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ വിവാഹം വീണ്ടും നടത്തിക്കൂടെ? ഇന്നിപ്പോൾ ഒന്നും നടന്നില്ലെന്നല്ല ഉള്ളു. കുഴപ്പമില്ല. ഇനി വിവാഹം നടന്നില്ല എങ്കിലും നന്ദിത എൻ്റെ പെണ്ണായി എൻ്റെ വീട്ടിൽ തന്നെ കാണും. എൻ്റെ അമ്മ അവളെയും മുന്തിരിയെയും വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മോനെ, അത് ഒരു കുഴപ്പവുമില്ല. അവിടെ വേണ്ടുന്നതെല്ലാം ഞാൻ നേരത്തെ തന്നെ കണക്കൂട്ടിയിരുന്നു. പിന്നെ ആദി പറഞ്ഞതനുസരിച്ച് അവിടെ കയറ്റിയില്ല എങ്കിൽ നേരെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് തന്നെ അവരെ കൊണ്ടുവരും. മോനെ, ഒന്നുമില്ല മുത്തശ്ശൻ പേടിക്കണ്ട. ആദ്യം സമാധാനത്തെ ഇവിടെ ഇരി. മുത്തശ്ശൻ വല്ലതും കഴിച്ചോ? ഇത്രയും നേരമായില്ലേ? ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടിയെ ഒന്ന് കണ്ടാൽ മതി. മുത്തശ്ശി ഒന്നും മിണ്ടാതെ അവർ പറയുന്നതെല്ലാം കേട്ട് കണ്ണീർ വാർത്ത് അങ്ങനെ നിന്നു. മുത്തശ്ശി ഇങ്ങനെ കരയാതെ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. ഡോക്ടറിനെ ഞങ്ങൾ കണ്ടിരുന്നു. മുത്തശ്ശി സമാധാനത്തെ ഇരി. എൻ്റെ കുട്ടി, മോനെ, അവൾ ഒന്നുമില്ല മുത്തശ്ശി, കരയാതെ. ഒരുപാട് നാൾക്ക് ശേഷമാണ് എൻ്റെ കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. പക്ഷെ ഇതിനു വേണ്ടിയായിരുന്നു അവൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മോനെ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ അവൻ്റെ നെഞ്ചിലോട് ചേർന്ന് നിന്ന് കരയാൻ തുടങ്ങി. അവനൊന്നും മിണ്ടിയില്ല. അവരുടെ പുറത്ത് തട്ടിക്കൊടുത്തു. മുത്തശ്ശി കരഞ്ഞു തീർക്കട്ടെ അവരുടെ സങ്കടമെല്ലാം എന്നവൻ കരുതി. എന്നാൽ ഈ കാഴ്ചയെല്ലാം കണ്ടു നിന്ന രാമഭദ്രൻ ഉള്ളാൽ ചിരിച്ചുകൊണ്ട് തന്നെ, എന്നാ സാർ, ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. ഞാൻ അപ്പോൾ തന്നെ ഇവിടെ എത്തും. ഇപ്പോഴിവിടെ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ആദ്യ ദേഷ്യത്തിൽ തന്നെ അയാളോട് പറഞ്ഞു. കിച്ചുവും വിച്ചുവും അവൻ്റെ സംസാരത്തിൽ അവനെ തന്നെ നോക്കി നിന്നു. ഇതിപ്പോഴിവൻ എന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ച്.